ഇത് വായിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സമസ്തയുടെ ഒരു 100ാം വാർഷികത്തിൻ്റെ ഒരു നോട്ടീസ് കാണാനിടയായത്. ഇനിയിപ്പോൾ കേരളം മുഴുവൻ അതിൻ്റെ ഒരു സംഗതികൾ നടക്കുകയാണ്. അതിൻ്റെ ചില പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് മലപ്പുറത്ത് വെച്ച് പറഞ്ഞു തീർത്തതും. തീർച്ചയായും 100ാം വാർഷികത്തിൻ്റെ പ്രചരണങ്ങളും അതിൻ്റെ ഫണ്ട് റേസിങ്ങും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ നെക്കപ്പൊറുതി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അനിൽ മുഹമ്മദിൻ്റെ ഈ ഒരു വെപ്രാളം. അപ്പോൾ ഈ വിദ്വാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ മത, വൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്തെ മാതൃകാ മുന്നേറ്റങ്ങളാണ് തഹിയയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നൽകുന്ന ഓരോ നാണയങ്ങളും ഉമ്മത്തിൻ്റെ നല്ല നാളുകൾക്കുള്ള നിക്ഷേപങ്ങളാണ്, ഉമ്മത്തിൻ്റെ നല്ല ഭാവിക്കുള്ള നിക്ഷേപങ്ങളാണ്. സദുദ്യമങ്ങൾക്ക് സജ്ജമായ സംഘശക്തിയോട് ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനുമാകണം. അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വല്ലാത്തൊരു തൗഫീഖാണ്. സമസ്തയ്ക്ക് ശക്തി പകരാം, ഉമ്മത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കാം. ഉമ്മത്ത് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ മയങ്ങി ചെറിയൊരു മയക്കത്തിൽ കിടക്കുക ഉമ്മത്ത്. അപ്പോൾ സമസ്ത അതിന് കാവലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഉമ്മത്ത് കൂർക്കം വലിക്കുമ്പം സമസ്ത തട്ടി ഉണർത്തും, അല്ലെങ്കിൽ തലങ്ങണി മാറ്റി വെച്ചോടും, ഇല്ലെങ്കിൽ തിരിച്ചു കിടത്തും. സമസ്തയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമസ്തയുടെ വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊക്കെ ഇവിടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. സമസ്ത ഇവിടെ സാധ്യമാക്കിയിട്ടുള്ള നവോത്ഥാനം അത് ഇവിടെ എല്ലാ കക്ഷികളും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇളിച്ച് ഇല്ലാതെയാക്കാനോ പരിഹസിക്കാനോ മാത്രമല്ലാതെ വേറൊന്നുകൊണ്ടും മറുപടി പറയാൻ അനിലിന് എന്നല്ല മറ്റൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇളിച്ച് മറപിടിക്കാനല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. അപ്പോൾ അനിൽ പറഞ്ഞതുപോലെ സ്വപ്നം കണ്ട് മയങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇവിടെ കാവലിരിക്കുകയല്ല സമസ്ത ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആദർശ പ്രസ്ഥാനമാണ്. വിശ്വാസങ്ങളിൽ വരുന്ന വൈകല്യങ്ങളെയും അവിടെ വൈകല്യമുണ്ടാക്കാൻ വേണ്ടി കള്ളന്മാർ കടന്നു വരുമ്പോൾ നിതാന്ത ജാഗ്രതയോടെ അവരെ ആട്ടി ഓടിക്കാനുള്ള പണിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനിലിനെ പോലെ ആളുകൾക്ക് ഇത്ര അരിശം സമസ്തയോടുണ്ടാകാനുള്ള കാരണം സ്വന്തമായി ഉണ്ടാക്കുന്ന വികലമായ ആശയങ്ങളൊന്നും ജനമനസ്സുകളിലേക്ക് കുത്തിവെക്കാനോ സന്നിവേശിപ്പിക്കാനോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ അനുവദിക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും കള്ളന്മാർക്ക് ഇതിലൊക്കെ അലോത്സരമുണ്ടാകും, മുറുമുറുപ്പുണ്ടാകും, അവർക്ക് പരിഹസിക്കാൻ തോന്നും, അവർക്ക് ഇളിക്കാൻ തോന്നും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ബാക്കി അദ്ദേഹം പറയട്ടെ. ഞാൻ ഈ വാർഷിക സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ ഉദ്ഘാടനം ഹുസൈൻ മിസ്ബാഹി, ആമുഖ പ്രഭാഷണം ത്വയ്യിബ് ഫൈസി ആലൂർ, ആദർശ പ്രഭാഷണം ഉസ്താദ് ജസീൽ കമാലി ഫൈസി. എന്നിട്ട് വിഷയം എന്താ? തബ്ലീഗ് ജമാഅത്ത് എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഈ ഉമ്മത്ത് സ്വപ്നം കാണാൻ പറ്റാത്ത ആകെ വിഷയം ഇന്ത്യയിൽ തബ്ലീഗുകാരാണ്. തബ്ലീഗ് ജമാഅത്ത് ചർച്ച ചെയ്യാൻ, മുജാഹിദും ജമാഅത്തൊക്കെ ചർച്ച ചെയ്യാൻ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രയാണം ഇത്രയും അത് നിർവഹിച്ചിട്ടുള്ള ദൗത്യവും ഇത്തരം കള്ളനാണയങ്ങളെ സമൂഹത്തിൽ തുറന്നു കാട്ടി എന്നുള്ളത് തന്നെയാണ്. അത്തരം വികല വിശ്വാസങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ സംരക്ഷിച്ച് നല്ലൊരു മഹാഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ സാധിച്ചു എന്നത് സമസ്ത നിർവഹിച്ചിട്ടുള്ള വലിയ ദൗത്യവും വലിയ നവോത്ഥാനവും തന്നെയാണ്. അനിൽ മുഹമ്മദിന് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇത്ര അധികം ജനപിന്തുണ കിട്ടാൻ കാരണം എന്താണ് എന്നൊന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ അനിൽ മുഹമ്മദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരു ആദർശ പ്രസ്ഥാനമാണ്. പ്രധാനമായിട്ടും അത് രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണ്ട ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരം കള്ളനാണയങ്ങളെ എവിടെയാണ് അവർ ലൂപ്പ് ഹോളിലൂടെ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജനങ്ങൾക്ക് ബോധനം നൽകാനും സമൂഹത്തിൽ നിന്ന് ഇത്തരം കള്ള ആശയങ്ങളെ തൂത്തെറിയാനുമുള്ള ഒരു സംവിധാനമാണ്. അത് കൃത്യമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കണ്ട് കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കിണറ്റിലെ തവളകളുടെ അവസ്ഥയാണ് ഇയാൾക്ക്. പുറത്ത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇയാൾ അറിയുന്നില്ല. തബ്ലീഗിനെ കുറിച്ച് ഇയാൾ ഒന്ന് വർണ്ണിക്കാൻ വേണ്ടി, തബ്ലീഗ് മേലാളന്മാരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിക്കുന്നുണ്ട്. ആ തെക്കൻ ഭാഗത്ത് അധികവും മുതലാളിമാരും
സാമ്പത്തിക സ്രോതസ്സുമൊക്കെ ഈ തബ്ലീഗിൻ്റെ മൗലാനമാരാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതൊക്കെ ശരിവെക്കുന്ന രൂപത്തിലാണ് അനിൽ മുഹമ്മദിൻ്റെ സംസാരം വരുന്നത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്. ഒന്നെന്താണ്, അവരവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് എല്ലാം ചെയ്യുന്നത്. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? അവർക്ക് ഈ തഹിയ ഫണ്ട് പിരിച്ച് ചെയ്തുകൂടെ? അപ്പം അവരെ എതിർക്കപ്പെടേണ്ടതല്ലേ? അവർ മാത്രം എന്തിനാ അങ്ങനെ വലിയ പുതുമയുള്ളതാവുന്നത്? അവർക്ക് ഇഷ്ടം പോലെ കാശ് പിരിച്ചുകൂടെ? ഒന്ന്, അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചാണ് ചെയ്യുന്നത് എന്ന് അനിൽ മുഹമ്മദ് പറയുമ്പോൾ ആരുടെ പോക്കറ്റിൽ നിന്നാണ് അവർ പണം ചെലവഴിക്കുന്നത്? ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ സ്ഥാപകൻ്റെ പോക്കറ്റിൽ നിന്നാണോ? തബ്ലീഗ് ജമാഅത്തിൻ്റെ പള്ളിയിലെ ഇമാമിൻ്റെ പോക്കറ്റിൽ നിന്നാണോ? തബ്ലീഗ് ജമാഅത്തിൻ്റെ മുഫ്തിയുടെ പോക്കറ്റിൽ നിന്നാണ്? ആരുടെ പോക്കറ്റിൽ നിന്നാണ്? തബ്ലീഗ് ജമാഅത്തിൽ അംഗമായ ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പണം ഇറങ്ങിയാലേ അവരുടെ പരിപാടികൾ നടക്കുള്ളൂ. ഇതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ വൈഡായിട്ടുള്ള ഒരു സംഘടനയാണ്. വളരെയധികം അണികളുണ്ട്. കേരളത്തിലെ 90% ആളുകളും സമസ്തയുടെ കൂടെ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഫണ്ട് പിരിവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നാലാൾ അറിയും. നേരെ മറിച്ച് ഒരു മൂലയിൽ മാത്രമുള്ള ആളുകളുടേത് ആരും അറിയണമെന്നില്ല. അവർ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതും അവർ പിരിക്കുന്നതുമൊന്നും ആരും അറിയില്ല. നേരെ മറിച്ച് സമസ്ത ഒരു പിരിവ് നടത്തുമ്പോൾ നാലാൾ അറിയും. എന്താ കാരണം? കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും സമസ്തയുടെ സിലബസിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമസ്തയുടെ അണികളിൽ നിന്ന് തന്നെയാണ് സമസ്ത പിരിക്കുന്നത്. സമസ്തയുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ അത് തബ്ലീഗിൻ്റെ സമ്മേളനം പോലെ ആകൂല. അതൊരു മൂലക്കലാകൂല. അത് മുജാഹിദിൻ്റെ സമ്മേളനം പോലെ ഒരു മൂലയിലാകൂല. മറിച്ച് അത് കേരളത്തിൽ വ്യാപകമായി കിടക്കുന്നൊരു സംഘടനയല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്മേളനത്തിന് അതിൻ്റെതായ അണികളുടെ ആധിക്യമനുസരിച്ചുള്ള ചെലവും അതിനുണ്ടാകും. അപ്പോൾ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് അണികളിൽ നിന്നാണ് പിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് കത്ത് കൊടുത്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾ ഈ ഫണ്ടൊന്ന് വിജയിപ്പിച്ചു തരണം, അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന് കത്ത് കൊടുത്തിട്ടില്ല, CPM കത്ത് കൊടുത്തിട്ടില്ല, കോൺഗ്രസ്സിന് കത്ത് കൊടുത്തിട്ടില്ല. ഇത് പിരിക്കുന്നത് സമസ്തയുടെ പ്രവർത്തകരിൽ നിന്നാണ്. സമസ്തയുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നവർ മാത്രം ഇതിന് ഫണ്ട് നൽകിയാൽ മതി. അത് തന്നെയാണ് സമസ്തയുടെ നയം എന്നുള്ളത്. എന്ത് വിഡ്ഢിത്തമാണ് അനിലെ പറയുന്നത്? ഇത്രയൊക്കെ പൊട്ടനാകാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, അവർ ഈ വലിയ മേളങ്ങളും അരങ്ങൊരുക്കലുകളും ഒക്കെ നടത്തി ഭയങ്കരമായി ആടിനെയൊക്കെ അറുത്ത് 10-20 ചെമ്പ് ബിരിയാണിയൊക്കെ വെച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അനിൽ ഒരു കിണറ്റിലെ തവളയാണ് എന്ന്. തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ എത്രത്തോളം കുറവാണ് എന്ന് അനിലിന് അറിയുമോ എന്നറിയില്ല. എന്നാൽ തബ്ലീഗ് ജമാഅത്ത് അത്യാവശ്യമുള്ള ചില ഏരിയകളുണ്ട്. അവിടെ ഒന്ന് പോയി പഠിക്കണം. അവിടെ പോകണമെന്നില്ല, ഒന്ന് പത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകളൊക്കെ ഒന്ന് കണ്ടാൽ മതി. തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം നടത്തി കുടുങ്ങിയൊരു സമ്മേളനമുണ്ട് കൊറോണ കാലത്ത്. ആജാദി സമ്മേളനം എന്ന് കേൾക്കുമ്പോൾ തന്നെ തബ്ലീഗ് ജമാഅത്തിന് പേടിയാണ്. യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെ, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ സമ്മേളനം നടത്താൻ പോയി കുടുങ്ങിയ ഒരു ടീമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ ലോക തബ്ലീഗ് സമ്മേളനം ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന അമേരിക്കയിലാണ്. ലോക തബ്ലീഗ് സമ്മേളനം കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമേരിക്കയിലാണ് നടന്നത്. അവിടെ ആടിനെ അറക്കണില്ലേ, അവിടെ പോത്തിനെ അറക്കുന്നില്ലേ? ഇവരൊക്കെ വായു മുണങ്ങിയിട്ട് ജീവിക്കുക, എയർ വെച്ചിക്കുക. ഇവർക്കൊക്കെ വയറ്റിലേക്ക് ഇവരൊന്നും കഴിക്കണില്ലേ? അവിടെ അറക്കണില്ലേ? അവിടെ ഭക്ഷണം തയ്യാറാക്കണില്ലേ? എല്ലാം ഉണ്ട്. അപ്പോൾ അനിലിനോട് പറയാനുള്ള ആ സ്റ്റുഡിയോയിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളൊന്ന് പഠിക്കണത് നല്ലതാണ്. അവരെന്താ ചെയ്യുന്നത്? ഒരു പള്ളിയുടെ മൂലയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്നു. പിന്നെ കെട്ടും പാണ്ടും പോലെ സാധനമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് 10-40 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും വല്ല നാട്ടിലുമൊക്കെ പോകുന്നു. ചിലർ ആഫ്രിക്കയിലുമൊക്കെ ചെന്ന് എന്താ പറയുന്നത്, പച്ചവെള്ളവും കോരി കുടിച്ച് അവിടെ കിട്ടുന്ന സാധനവും തിന്ന് അവരിങ്ങനെ നടക്കി. ഈ കെട്ടും പാണ്ടത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ചെമ്പും കയ്യിലും പാത്രമൊക്കെ ആയിട്ടാണ് അവർ പോണത്. അല്ലാതെ പച്ചവെള്ളം കുടിച്ചിട്ട് ജീവിക്കല്ല തബ്ലീഗുകാർ. എന്തൊക്കെ വിഡ്ഢിത്താണ് അനിലെ പറയണത്. ന്യായീകരിക്കാൻ വേറെ എന്തെല്ലാം പറയാനുണ്ട്. ഭക്ഷണം കഴിക്കുന്നതാണോ പ്രശ്നം? ആടിനറക്കുന്നതും പോത്തിനറക്കുന്നതാണോ അനിലിനെ പ്രകോപിപ്പിച്ചിട്ടുള്ള കാര്യം? ഫണ്ട് പിരിവ് നടത്തുന്നതാണോ? ഇതൊക്കെ തബ്ലീഗുകാരും ചെയ്യണുണ്ട്. തബ്ലീഗുകാർ ചെയ്യണം, ആരും അറിയണില്ല എന്നേ ഉള്ളൂ. കാരണം അവരത്രേ ഉള്ളൂ, അതുകൊണ്ട് ആരും അറിയണില്ല.
ഇനി അവർ കൂടുതലുള്ളിടത്ത് പോയാൽ അത് നാലാൾ അറിയണമുണ്ട്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിനെ വെള്ള പൂശിയിട്ട് സമസ്തൻ്റെ മെക്കെട്ടൊന്ന് കയറാം എന്ന് വിചാരിച്ചതാണ് അനിൽ മുഹമ്മദ്. യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇയാൾ അറിയുന്നില്ല. തബ്ലീഗ് ജമാഅത്തിൽ ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ട് അടിയാണ്. ആ വിവരങ്ങളൊന്നും അനിൽ മുഹമ്മദിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ വെള്ളപൂശാൻ വരട്ടെ. തബ്ലീഗ് ജമാഅത്ത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അത് ഇനിയും തുടരുകയും ചെയ്യും. അതിനു വേണ്ടി തന്നെയാണ് സമസ്ത ഉണ്ടാക്കിയത്. അതിന് അനിലിനും അനിലിൻ്റെ ആളുകൾക്കും അനിലിന് ഈ എല്ലും കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കും കുത്തനെ നടക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.